വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിനടുത്ത് നവോദയ ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗേറ്റഡ് വില്ല പ്രൊജക്ടിന്റെ ഭാഗമായ 4BHK വില്ല പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. 5 സെന്റ് 400 ലിങ്സ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും 2 കാർ പാർക്കിംഗ് സ്പേസോട് കൂടിയാണ് ഈ ഒരു വീട് വരുന്നത്. ഇവിടെ നിന്ന് നവോദയ ജംഗ്ഷനിലേക്ക് 750 മീറ്ററും ഇൻഫോ പാർക്കിലേക്ക് 3.3 കിലോമീറ്ററും കാക്കനാടേക്ക് 3 കിലോമീറ്ററും കിൻഫ്ര ഹൈടെക് പാർക്കിലേക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും 4.2 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് 7.2 കിലോമീറ്ററും റെയിൽവേ സ്റ്റേഷനിലേക്ക് 10 കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 21 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. ഈ വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. 4 മീറ്ററോളമുള്ള ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു ഗേറ്റഡ് വില്ല പ്രോജക്റ്റ് വരുന്നത്. 3 വില്ലകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതിലെ ഫസ്റ്റ് വില്ലയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. വീടിൻ്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വരികയാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് കോമ്പിനേഷൻ എലിവേഷനിൽ ബ്രിക്ക് ഡിസൈനുള്ള ക്ലാഡിംഗ് ടൈലൊക്കെ കൊടുത്ത് വളരെ മനോഹരമായ ഒരു കളർ കോമ്പിനേഷനാണ് വരുന്നത്. ഇന്റേണൽ റോഡിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരികയാണെങ്കിൽ 4.5 മീറ്ററോളമാണ് വരുന്നത്. ഇന്റർലോക്കിംഗ് കട്ടകളാണ് റോഡിൽ വിരിച്ചിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നിർമ്മിച്ച ഒരു കോമ്പൗണ്ട് വാളാണ് ഈ ഒരു വില്ലയ്ക്ക് ഉള്ളത്. ഗേറ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോൾഡിംഗ് ഗേറ്റ് ആണ് നൽകിയിരിക്കുന്നത്. വീടിന്റെ കോമ്പൗണ്ടിലേക്ക് വരുമ്പോൾ കടപ്പാ കല്ലുകളാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൂടി വരാനായിട്ടുണ്ട്. എലിവേഷൻ വടക്ക് ദർശനമായും മെയിൻ ഡോർ കിഴക്ക് ദർശനമായുമുള്ള ഈ വീടിന്റെ 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് 2 കാർ പാർക്കിംഗ് സ്പേസ് വരുന്നത്. വീടിന്റെ നോർത്ത് സൈഡ് എലിവേഷനോട് ചേർന്ന് തന്നെ പ്ലാന്റർ ബോക്സുകൾ നൽകിയിട്ടുണ്ട്. കൂടാതെ നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടും അത്യാവശ്യം പ്ലാന്റർ ബോക്സ് ഒക്കെ നൽകി നാച്ചുറൽ പ്ലാന്റ്സ് നൽകിയിട്ടുണ്ട്. ഈ വീട്ടിൽ കുടിവെള്ളത്തിനായി KW വാട്ടർ കണക്ഷനും അതുപോലെ തന്നെ ബോർവെല്ലുമാണ് വരുന്നത്. വീടിൻ്റെ ഈസ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യ സ്പേസ് നമുക്ക് ഇവിടെയും ലഭിക്കുന്നുണ്ട്. ഇവിടെയും കടപ്പാ കല്ലുകളാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വേണമെങ്കിൽ 2 വീലർ പാർക്കിംഗ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇരു ഭാഗത്തും പ്ലാന്റർ ബോക്സ് ഒക്കെ നൽകി നാച്ചുറൽ പ്ലാന്റ്സ് നൽകിയിട്ടുണ്ട്. വീടിൻ്റെ സൗത്ത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 4 അടിയിലേറെയാണ് ഈ ഒരു ഭാഗത്തെയും വിട്ട് വരുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പേസ് ആണ് നമുക്ക് വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷനായിട്ട് വരുന്നത്. കൂടാതെ ഈ സൈഡിലായിട്ട് ടാപ്പ് പോയിന്റും വരുന്നുണ്ട്. വീടിൻ്റെ വെസ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തും അത്യാവശ്യം സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരു വെജിറ്റബിൾ ഗാർഡൻ ഒക്കെ ചെയ്യാനുള്ള സ്പേസ് വരുന്നുണ്ട്. റിമൈനിങ് പോർഷനിൽ പ്ലാന്റർ ബോക്സ് ഒക്കെ നൽകി നാച്ചുറൽ പ്ലാന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. വളരെ സ്പേഷ്യസ് ആയ ഒരു സിറ്റ് ഔട്ടാണ് ഇവിടെ ഉള്ളത്. ഗ്രാനൈറ്റിലാണ് സിറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഒരു 4-5 ചെയറോളം ഇടാനുള്ള സ്പേസ് നമുക്ക് ഈ ഒരു സിറ്റ് ഔട്ടിലായിട്ട് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു പ്ലാന്റർ ബോക്സ് വരുന്നുണ്ട്. കൂടാതെ ഈ ഒരു വോളിലെല്ലാം തന്നെ ബ്രിക്ക് ഡിസൈനുള്ള ക്ലാഡിംഗ് ടൈലാണ് നൽകിയിരിക്കുന്നത്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോർ തേക്കിൻ തടിയിൽ 2 പാളികളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്ത് ഭംഗിയുള്ളൊരു ഡിസൈനാണ് മെയിൻ ഡോർ വരുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ ലിവിംഗ് സ്പേസിലേക്കാണ്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ലിവിംഗ് സ്പേസിന് നോർത്തിലേക്ക് വലുപ്പമുള്ള ഒരു 2 ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 2 വലുപ്പമുള്ള 2 ഡോർ വിൻഡോസുമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റിനുള്ള പ്രൊവിഷൻ വരുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു സോഫ സെറ്റിന് കോഫി ടേബിളിനുമുള്ള സ്പേസ് നമ്മുടെ ഈ ലിവിങ്ങിന് ലഭിക്കുന്നുണ്ട്. ലിവിങ്ങിൽ ഫ്ലോറിങ്ങിൽ ബീഡിംഗ് ആയിട്ട് വുഡാണ് നൽകിയിരിക്കുന്നത്. സീലിംഗിലേക്ക് വരികയാണെങ്കിൽ സ്പോട്ട് ലൈറ്റ് ആണ് വരുന്നത്. ലിവിങ്ങിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് വളരെ സ്പേഷ്യസ് ആയ ഒരു ഡൈനിങ്ങിലേക്കാണ്. ഒരു 12 സീറ്റർ ഡൈനിങ് ടേബിൾ വരെ വളരെ ഈസി ആയിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ കഴിയും. ഈസ്റ്റിലേക്ക് ഒരു കോർണർ വിൻഡോ ആണ് വന്നിരിക്കുന്നത്. കൂടാതെ ഇവിടെയും ഫ്ലോറിങ്ങിൽ ബീഡിങ്ങിൻ്റെ പോർഷനിൽ വന്നിരിക്കുന്നത് എല്ലാം തന്നെ വുഡാണ്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്പോട്ട് ലൈറ്റിനുള്ള പോർഷനാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ വീടിൻ്റെ ക്ലോസ്ഡ് കിച്ചൺ വരുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. ഈ ഒരു കോർണറിലേക്ക് മാറിയാണ് വാഷ് കൗണ്ടർ ഏരിയ വരുന്നത്. ഇവിടെയായിട്ടാണ് വാഷ് കൗണ്ടർ ഏരിയ വരുന്നത്. സൗത്തിലേക്ക് ഒരു 2 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിൽ ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു ചെറിയ സ്പേസ് ലഭിക്കുന്നുണ്ട്. ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ച് നമുക്ക് ഇവിടെ ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഈ വീട്ടിൽ ലഗ്രാൻഡിൻ്റെ സ്വിച്ചസും വീഗാൻ്റെ വയേഴ്സുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ ഗ്ലോസി പാറ്റേണുള്ള ടൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ക്ലോസ്ഡ് കിച്ചൺ വരുന്നത്. കിച്ചൻ്റെ ഡോർ സ്കിൻ ഡോറിലാണ് വരുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറായിട്ട് വരുന്ന ഈ ഒരു കിച്ചണിന് സൗത്തിലേക്ക് 2 ഡോർ വിൻഡോയും അതുപോലെ തന്നെ ഈസ്റ്റിലേക്ക് ഒരു സിംഗിൾ ഡോർ വിൻഡോയുമാണ് വരുന്നത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പോർഷൻ വരുന്നത്. കിച്ചൻ്റെ ഇൻറ്റീരിയർ ഇനി കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. അത് കസ്റ്റമറിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് നൽകുന്നതാണ്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന് 13 അടിയിലേറെ നീളവും 12.5 അടിയോളം വീതിയുമാണ് ഉള്ളത്. വെസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയും സൗത്തിലേക്ക് ഒരു സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. എല്ലാം തന്നെ ജാഗോൻ്റെ ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും തമ്മിൽ സെപ്പറേഷൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാനുള്ള പോർഷനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്.
നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ വുഡും MS യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ ലാൻഡിങ്ങിനോട് ചേർന്നുള്ള വോളിലായിട്ട് സൗത്തിലേക്ക് ഒരു 3 ഡോർ വിൻഡോയും വരുന്നുണ്ട്. സ്റ്റെയർ കയറി അപ്പർ ലിവിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് നമുക്ക് അപ്പർ ലിവിങ് സ്പേസ് വരുന്നത്. ഒരു കോർണർ വിൻഡോ ആണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് വേണമെങ്കിൽ നമുക്ക് TV ഒക്കെ പ്ലേസ് ചെയ്യാവുന്നതാണ്. അതിനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു കോർണറിലേക്ക് മാറിയാണ് മുകളിലത്തെ നിലയിൽ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ട് വരുന്ന ഈ ഒരു ബെഡ്റൂമിനും 13 അടിയിലേറെ നീളവും 12.5 അടിയോളം വീതിയുമാണ് ഉള്ളത്. വെസ്റ്റിലേക്ക് ഒരു 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. എല്ലാം തന്നെ ജാഗോൻ്റെ ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. വെറ്റേറിയൻ ഡ്രൈ ഏരിയയും സെപ്പറേഷൻ ഒക്കെ നൽകിയിട്ടുണ്ട്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനുള്ള പോർഷൻ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 12.5 അടിയോളം നീളവും 11 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. വെസ്റ്റിലേക്കും നോർത്തിലേക്കും 2 ഡോർ വിൻഡോസ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. വളരെ സ്പേഷ്യസ് ആയ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണിത്. എല്ലാം തന്നെ ജാഗോൻ്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. വെറ്റേറിയൻ ഡ്രൈ ഏരിയയും തമ്മിൽ സെപ്പറേറ്റ് ഒക്കെ ചെയ്ത് ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനുള്ള പോർഷനും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 10.5 അടിയോളം നീളവും 9 അടിയോളം വീതിയുമാണ് ഉള്ളത്. ഇവിടെ ഈസ്റ്റിലേക്ക് ഒരു സിംഗിൾ ഡോർ വിൻഡോയും നോർത്തിലേക്ക് ഒരു സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. എല്ലാം തന്നെ ജാഗോൻ്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. വെറ്റേറിയൻ ഡ്രൈ ഏരിയ നമ്മൾ സെപ്പറേറ്റ് ഒക്കെ ചെയ്ത് ഹീറ്ററിനുള്ള പോയിന്റ് എക്സ്പോസ്റ്റ് ഫാനുള്ള പോർഷൻ നൽകിയിട്ടുണ്ട്. 5 സെന്റ് 400 ലിങ്സ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റ് 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും 2 കാർ പാർക്കിംഗ് സ്പേസും അടങ്ങുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്നത് 1,30,00,000 രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വില്ലകൾ, പ്ലോട്ടുകൾ, വീടുകൾ എന്നിവ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വീടുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും ബ്രോക്കറേജ് ഫീ ഇല്ലാതെ ഇവയെല്ലാം സ്വന്തമാക്കുന്നതിന് സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേഷൻ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.